ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മുടെ യാത്ര ഊട്ടിയിലെ കൃഷി സ്ഥലങ്ങളിലൂടെയാണ്, എക്സ്പെഷ്യലി ക്യാരറ്റ് കൃഷി സ്ഥലങ്ങളിലൂടെ. ക്യാരറ്റ് അതിൻ്റെ വിത്ത് വാങ്ങിച്ച് പാകി അത് വേണ്ട രീതിയിൽ സംരക്ഷിച്ച് വളവും മരുന്നും ഒക്കെ അടിക്കാറുണ്ട്. എന്നിട്ട് 100 ദിവസം ആകുമ്പോഴാണ് വിളവെടുക്കാറുള്ളത്. ക്യാരറ്റ് വിളവെടുക്കുന്നത് ആക്ച്വലി ഏർലി മോർണിംഗ് 2 മണി 3 മണി ആ സമയങ്ങളിലാണ്. ആ ഒരു ഇരുട്ടിലാണ് അവരത് വിളവെടുക്കുന്നത്. കാര്യം അത് കഴിഞ്ഞ് ഈ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, വാഷിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് അത് ലോഡ് ചെയ്ത് മാർക്കറ്റുകളിലേക്ക് എത്തിക്കാനും പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കാനും അപ്പോഴാണ് അതിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആവുന്നത്. ക്യാരറ്റ് മാത്രമാണ് അങ്ങനെ ഈ അസമയത്ത് ഏർലി മോർണിംഗിൽ വിളവെടുക്കാറുള്ളത്. ഇപ്പോൾ ആ കണ്ടത് കുറേ ലേഡീസ് പോകുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഊട്ടിയിൽ മെയിനായിട്ട് കൃഷി ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി, ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി, പിന്നെ സുക്കിനി, പിന്നെ പലതരത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, പിന്നെ പല ടൈപ്പ് ബീൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ അങ്ങനെ സവോള, ചുവന്നുള്ളി ഇതൊന്നും ഇവിടെ കൃഷി ചെയ്യാറില്ല. അത് ഈയിടെ ഒരു ഫേമസ് ആയിട്ടുള്ള വ്ളോഗ് ചെയ്യുന്നവർ, ഒരു ഫാമിലിയായിട്ട് വ്ളോഗ് ചെയ്യുന്നവർ ഊട്ടിയിൽ വന്നിട്ട് വെളുത്തുള്ളി കൃഷി കണ്ടിട്ട് അത് ചുവന്നുള്ളിയാണെന്ന് അവർ പറയുന്നത് കാണാനിടയായി. ഇവിടെ ചുവന്നുള്ളി കൃഷിയില്ല. അത് ഹിൽസിൽ അങ്ങനെ ചുവന്നുള്ളി, സവോള അങ്ങനത്തെ കൃഷികളില്ല. അതൊക്കെ പ്ലെയിൻസിലാണ് ഉണ്ടാവുക. നമ്മൾ മലയിറങ്ങി അടിവാരങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ സവോള, ചുവന്നുള്ളിയൊക്കെ കൃഷി ചെയ്യുക. ഇതിൽ കാണുന്നത് ഒരു 1.5-2 മാസത്തിനുള്ളിലായിട്ടുള്ള ക്യാരറ്റ് തോട്ടമാണ്. 3 മാസം തൊട്ട് 100 ദിവസം ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ വിളവെടുക്കാറുള്ളത്. ഞാനിവിടെ എൻ്റെ തോട്ടത്തിൻ്റെ ഉടമ അവരവിടെ ഉണ്ടായിരുന്നു. അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഇങ്ങനെ എടുത്തു. അത് ജസ്റ്റ് നിങ്ങൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇങ്ങനെ വഴിയരികെ കാണുമല്ലോ ഇങ്ങനെ ബേബി ക്യാരറ്റ്സ്, ആ ഒരു പരുവമായിട്ടുള്ളൂ. ഇതാ ഇപ്പം നോക്കുമ്പോൾ കാണാം. ഇതാ കണ്ടോ, ഞാൻ ഈ ഒരു ക്യാരറ്റും എടുത്തിട്ട് പിന്നെ വെളിയിലേക്ക് പോകുമ്പോൾ വേറെ 1-2 പേര് ചോദിച്ചായിരുന്നു, இந்த ഒരു ക്യാരറ്റ് വെച്ച് എന്നെ പണ പോരിങ്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടി എടുത്താണെന്ന് അവരോട് പറഞ്ഞു. ഇവിടെ ചുറ്റും മറ്റുള്ള പല കൃഷികളും ഉണ്ട്. ക്യാരറ്റ് മാത്രമല്ല, അപ്പുറത്തെ ക്യാബേജ് അവരവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെളുത്തുള്ളി, ഞാൻ പറഞ്ഞ എല്ലാ കൃഷികളും ഈ ഒരു ചുറ്റുവട്ടത്തുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒരേ ഏരിയയിൽ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വെളുത്തുള്ളി. ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ല ഫാമിലിയായിട്ട് വ്ളോഗ് ചെയ്യുന്നവർ ചുവന്നുള്ളി എന്ന് പറഞ്ഞത്. ഇത് ചുവന്നുള്ളിയല്ല, വെളുത്തുള്ളി. വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇതായി കാണുന്നതെല്ലാം തന്നെ വെളുത്തുള്ളി കൃഷിയാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം പോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ കൃഷിയാണ് ഈ വെളുത്തുള്ളിയും. പിന്നെ ഇവിടെ എല്ലാ കൃഷി സ്ഥലങ്ങളിലും ഈ ഇലക്ട്രിക് ഫെൻസിങ് കാണും. അതിവിടെ കൃഷി സ്ഥലങ്ങളിലേക്ക് മൃഗങ്ങൾ കയറി, എക്സ്പെഷ്യലി ഈ പന്നി, എന്താ പറയുക, കാട്ടുപോത്തെന്ന് പറയുമല്ലോ, ഇന്ത്യൻ ബൈസൺ, അതൊക്കെ കയറി നശിപ്പിക്കാതിരിക്കാനായിട്ടാണ്. അത് കയറിയാൽ പിന്നെ നോക്കണ്ട, ഫുള്ള് പോകും. അതിനാണ് ഈ ഇലക്ട്രിക് ഫെൻസിങ് വെക്കുന്നത്. അത് വൈകുന്നേരം ഓണാക്കിയിട്ട് ഏർലി മോർണിംഗ് ഓഫാക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇനി കൃഷി സ്ഥലത്തു നിന്ന് നമ്മൾക്ക് ഇതിൻ്റെ മറ്റുള്ള പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റിലേക്ക് പോകാം. വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്തിട്ട് ലോഡ് ചെയ്ത് മാർക്കറ്റിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക്. കൃഷി സ്ഥലത്തുനിന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ക്യാരറ്റ്സ് ഇങ്ങനെ ഇതിൻ്റെ ഈ പ്രോസസ്സിങ് യൂണിറ്റിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മണ്ണോട് കൂടിയാണ് കൊണ്ടുവരുന്നത്. അതിങ്ങനെ ഇവിടെ ഇത്രയും വെള്ളം ഇങ്ങനെ അവരിങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ വെള്ളത്തോട് കൂടി ഇങ്ങനെ ബെൽറ്റിലേക്ക് മേലെ പോയി അവിടെ ആ ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള ആ ഒരു കറങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ, അതിലേക്ക് പോവുക. അവിടെയാണ് മെയിൻ വാഷിങ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ വെള്ളം ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ബെൽറ്റിൽ കൂടെ പോയി ആ കാണുന്ന അതിൻ്റെ ഒരു പോളിഷിംഗ് ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ബെൽറ്റിൽ കൂടെ വെളിയിലേക്ക് വരും. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ അതിങ്ങനെ ക്വാളിറ്റി അനുസരിച്ച് തരം തിരിക്കുന്നുണ്ട്. ചെറുത്, മീഡിയം സൈസ്, വലുത്, പിന്നെ പൊട്ടിയതോ എന്തെങ്കിലും കേടൊക്കെ ഉള്ളത് അവരത് മാറ്റും, അത് താഴേക്കിടും. അത് പിന്നെ ഇവിടെ പശുവിനൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ ഏതിങ്ങനെ അവർ അങ്ങനെ എന്നിട്ട് വലുതും ചെറുതും അങ്ങനെ ഓരോരുത്തരിങ്ങനെ തരംതിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഈ ചാക്കിലാക്കി വെയിറ്റ് നോക്കി ഒരു ചാക്കിൽ 75 കിലോ എന്നാണ് പറഞ്ഞത്. അത് കെട്ടി ചാക്കെല്ലാം നനച്ചിട്ടാണ് അതിൽ ഇത് ചെയ്യുന്നത്. നനഞ്ഞ ചാക്കാണ് അത്. അവിടെ ചാക്ക് പ്രത്യേകിച്ച് വെള്ളത്തിൽ മുക്കാനായിട്ട് ഒരു ടാങ്കുണ്ട്. അതിനകത്ത് നിന്നിട്ട് ഇത് ലോഡ് ചെയ്ത് ലോറി കയറ്റി ഏതോ സ്ഥലങ്ങളിലേക്ക് മാർക്കറ്റിലേക്ക് ഇവിടുന്ന് മേട്ടുപ്പാളയത്ത് അവിടുന്ന് വീണ്ടും അതിൻ്റെ ഡീലേഴ്സ് ഉണ്ടാവും. അവർ പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ എത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരറ്റ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ. ബായ്.